ആളുകളും മർദ്ദിത ജനവിഭാഗങ്ങളും ആഗ്രഹിക്കുന്നത് ഞങ്ങളോട് ചെയ്ത ഈ ക്രൂരതയ്ക്ക് എന്തെങ്കിലും ഇയാൾക്ക് അനുഭവം ഉണ്ടാകണമെന്നാണ്. അതിനുവേണ്ടി ഒരു സംവിധാനം തന്നെ സൃഷ്ടാവുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നന്മയും തിന്മയും കൃത്യമായും അളന്നു തൂക്കി കണക്കാക്കി അതിനനുസൃതമായ പ്രതിഫലം നൽകുന്നൊരു ലോകം സംവിധാനിച്ചിട്ടുണ്ട്. ഖുർആൻ അക്കാര്യം ആവർത്തിച്ച് ജനങ്ങളോട് പറഞ്ഞു. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അണുത്തൂക്കം നന്മ ചെയ്യുന്നുവെങ്കിൽ അത് മനുഷ്യൻ കാണേണ്ടി വരും. അണുത്തൂക്കം തിന്മയാണ് പ്രവർത്തിച്ചതെങ്കിൽ അതും മനുഷ്യൻ കാണേണ്ടി വരുന്നതാണ്. അതിനുള്ളൊരു ലോകം അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. അത്തരം ഒരു പരലോകത്തെ സംബന്ധിച്ച് ആലോചിക്കുവാനും ചിന്തിക്കുവാനും അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാനും മതിയായ തെളിവുകൾ ഓരോ മനുഷ്യനിലുമുണ്ട് എന്ന് ഖുർആൻ പറയുകയാണ്. ഖുർആൻ പറയുന്നു, നീ നിന്റെ കയ്യിലേക്ക് നോക്കുക. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. നിന്റെ കൈവിരൽ തുമ്പുകൾ നാം ശരിപ്പെടുത്തിയിട്ടില്ലേ? ലോകത്ത് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ആശ്ചര്യമുള്ള സംഗതികളാണ്. 600 കോടി ജനതയാണ് ഇന്ന് ലോകത്തുള്ളത്. ഈ 600 കോടി ജനതയുടെയും കൈവിരലിൻ്റെ അര ഇഞ്ച് ഭാഗത്ത് ചിത്രം വരച്ചിരിക്കുന്നു. ആ വരകൾ ഓരോ വ്യക്തിയുടെയും അടുത്ത വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമാണ്. കഴിഞ്ഞ തലമുറകളിൽ എത്രയോ കോടികൾ കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്ന കോടി ജനതയുടെ എണ്ണം നമുക്കറിയില്ല. ഒരു വ്യക്തിയുടേതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ രീതിയിൽ കൈവിരൽ അടയാളങ്ങൾ പതിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ കഴിവുള്ള അള്ളാഹുവിന് മരിച്ച് മണ്ണടിഞ്ഞു പോയ നിന്നെ സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് നീ കരുതുന്നുവോ? ഖുർആൻ മനുഷ്യന്റെ ബുദ്ധിയോട് ചോദിക്കുന്നതാണത്. സ്വന്തം മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിക്കാനും അറിയാനും സന്നദ്ധമാകണം. എങ്കിൽ വരാനിരിക്കുന്ന പാരത്രിക ലോകത്തെ സംബന്ധിച്ചറിയാൻ സാധിക്കുമെന്ന് ഖുർആൻ മനുഷ്യനെ ഉത്ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഒരു ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലക്ഷ്യമായി സൃഷ്ടിക്കപ്പെട്ടവനല്ല മനുഷ്യൻ. ഗർഭത്തിൽ കഴിയുന്ന കുഞ്ഞ്, ആ കുഞ്ഞിന് കയ്യും കാലും കണ്ണുമൊക്കെയുണ്ട്. ഗർഭകാലത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ വരാനിരിക്കുന്ന ഈ ലോകത്ത് അവന് ആവശ്യമുള്ളത് കൊണ്ടാണ് ഈ അവയവങ്ങളെല്ലാം അവന് നൽകപ്പെട്ടിട്ടുള്ളത്. അലക്ഷ്യമായല്ല മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. വളരെ കൃത്യമായൊരു ലക്ഷ്യം മനുഷ്യ സൃഷ്ടിക്കുണ്ട്. ആ ലക്ഷ്യം എന്താണ്? അവിടേക്കുള്ള യാത്രയാണ് ഈ ഭൗതിക ലോകത്ത് നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ലക്ഷ്യമാക്കേണ്ടത് വരാനിരിക്കുന്ന പാരത്രിക ലോകത്തെയാണ്. ആ ലോകത്തേക്ക് പ്രയാണം ചെയ്യുമ്പോൾ അവിടെ വിജയം കൈവരിക്കുവാൻ, സമാധാനം നേടിയെടുക്കാൻ എന്താണ് വഴി? ഇന്ന് ലോകം ആഗ്രഹിക്കുന്നതും ലോകത്തിന് എത്തിപ്പിടിക്കാൻ പ്രയാസവുമുള്ളത് സമാധാനമാണ്. എന്തുണ്ട് സമാധാനത്തിൻ്റെ വഴികൾ? മനുഷ്യജീവിതത്തിന് സമാധാനം നൽകുവാൻ വേണ്ടിയാണ് ഒരുപാട് ദാർശനികന്മാർ അവരുടെ ആയുഷ്കാലം മുഴുവൻ ഉപയോഗിച്ച് ആലോചിച്ചുകൊണ്ട് പലതും പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. ഈ ലോകത്ത് മനുഷ്യർ മാത്രമല്ലല്ലോ, ഒരുപാട് ജീവികളില്ലേ? പ്രശ്നങ്ങളൊക്കെ നമുക്കാണുള്ളത്. മനുഷ്യർക്കാണ് പ്രശ്നങ്ങളുള്ളത്. സമുദ്രത്തിൽ അനേകം ജീവജാലങ്ങളുണ്ട്, വനത്തിലുണ്ട്, മരുഭൂമിയിലുണ്ട്. ഈ ജീവജാലങ്ങൾക്കൊന്നും പ്രശ്നമില്ലാതെ മനുഷ്യർക്ക് മാത്രമായി എന്തുകൊണ്ടാണ് പ്രശ്നമുണ്ടാകുന്നത്? നമ്മൾ ആലോചിക്കേണ്ട സംഗതികളാണ്. അവക്കെല്ലാം ദൈവം ജന്മസിദ്ധമായ ചില കഴിവുകൾ നൽകിയിട്ടുണ്ട്. ആ ദൈവം നൽകിയിട്ടുള്ള, പ്രകൃതിയാൽ നൽകിയ നിയമമനുസരിച്ചാണ് അവയൊക്കെ ജീവിക്കുന്നത്. തേനീച്ച പൂമ്പൊടികൾ ശേഖരിച്ച് തേൻ നുകർന്ന് അതിൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. തേനീച്ചകൾക്കിടയിൽ എന്തെങ്കിലും അസ്വസ്ഥതകളോ പ്രശ്നങ്ങളോ ഉത്ഭവിക്കുന്നില്ല. അതിന് അള്ളാഹു നൽകിയിട്ടുള്ള ജന്മസിദ്ധമായ കഴിവാണ് ഈ വിഷയത്തിലുള്ളത്. ഖുർആൻ പറഞ്ഞു, റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ആരാണ് പ്രപഞ്ചനാഥൻ? എല്ലാ വസ്തുവിനും സൃഷ്ടി നൽകുകയും
അതിൻ്റെ ആവശ്യം നിർവഹിക്കുവാൻ മതിയായ മാർഗദർശനം നൽകുകയും ചെയ്തവനാണ്. വഔഹാ ഇലൻ നഹ്ലി, തേനീച്ചക്ക് അള്ളാഹു സന്ദേശം നൽകി, ഭവനങ്ങൾ നിർമ്മിക്കുവാനുള്ള സന്ദേശം നൽകി, പൂമ്പടികൾ ശേഖരിച്ചുകൊണ്ട് മധു ശേഖരിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ഇതര ജീവജാലങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവയെല്ലാം പ്രകൃതിയാൽ അവക്ക് നൽകിയിട്ടുള്ള സഹജബോധമനുസരിച്ചുകൊണ്ട്, ജന്മവാസനകൾ അനുസരിച്ചുകൊണ്ട് ആഹാരം കണ്ടെത്തുന്നു, ഉപജീവനം നിർവഹിക്കുന്നു, ശത്രുവിൽ നിന്നുള്ള സുരക്ഷാ മാർഗം സ്വീകരിക്കുന്നു, മാറിവരുന്ന കാലാവസ്ഥകളെ അതിജയിക്കുന്നു. അതിൻ്റെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ജീവജാലങ്ങളിൽ മാത്രമല്ല, ഈ പ്രപഞ്ചം മുഴുവനും ആ പ്രപഞ്ചത്തിന് സൃഷ്ടാവ് നൽകിയിട്ടുള്ള വ്യവസ്ഥ അനുസരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നക്ഷത്രലോകങ്ങൾ, ഗാലക്സികൾ എല്ലാം തന്നെ അവക്ക് നിശ്ചയിച്ചിട്ടുള്ള നിയമവ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ ലംഘിക്കാതെ വളരെ കൃത്യമായും അത് പാലിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ധർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ മേഖലയിൽ മനുഷ്യന് വന്ന പരാജയം എന്താണ്? മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അസ്വസ്ഥതകളെയും പ്രശ്നങ്ങളുടെയും മൂല കാരണം എന്താണ്? മനുഷ്യന് സമാധാനമുള്ള ജീവിതം ലഭിക്കുവാനും മരണാനന്തര ജീവിതത്തിൽ സമാധാനം ലഭ്യമാകുവാനും കൃത്യമായ മാർഗദർശനം നൽകിയിട്ടുണ്ട്. ആ ദൈവികമായ മാർഗദർശനം മനുഷ്യൻ സ്വീകരിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിന് സമാധാനമുണ്ടാകും, ശാന്തിയുണ്ടാകും. അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ, ദൈവികമായ വ്യവസ്ഥ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഇവിടെ ജീവിതം നന്നായി തീരുകയാണ്. ഇവിടെയാണ് പ്രശ്നത്തിൻ്റെ കാതലായ വശം നമ്മൾ ആലോചിക്കേണ്ടി വരുന്നത്. എല്ലാ ജീവജാലങ്ങളും, ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ നക്ഷത്രങ്ങളും ഗാലക്സികളുമെല്ലാം അവക്ക് നിശ്ചയിച്ചു കൊടുത്ത വ്യവസ്ഥ അനുസരിച്ചു കൊണ്ട് പോകുമ്പോൾ അവിടെ സമാധാനമുണ്ടാകുന്നു, സംഘർഷമുണ്ടാകുന്നില്ല, പ്രശ്നമുണ്ടാകുന്നില്ല. മനുഷ്യനും അങ്ങനെയുള്ള സമാധാനമുള്ള ജീവിതം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് തന്നെ ദൈവം തമ്പുരാൻ മനുഷ്യർക്ക് മാർഗദർശനം കാലങ്ങളിലായി നൽകിയിട്ടുണ്ട്. ആ മാർഗദർശനത്തിൻ്റെ അവസാനത്തെ രൂപമാണ് വിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥം. അതുകൊണ്ട് ഖുർആൻ നൽകുന്ന മാർഗദർശനം മനുഷ്യൻ സ്വീകരിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ സമാധാനമുണ്ടാകും. ഖുർആനിൻ്റെ മാർഗദർശനത്തിൽ നിന്ന് എത്രത്തോളം നാം അകന്നു പോകുന്നുവോ, ദൈവികമായ സന്ദേശങ്ങൾ നാം എത്രത്തോളം തിരസ്കരിക്കുന്നുവോ, അതിനനുസരിച്ചുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇത് തന്നെയാണ് സമൂഹത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഒരഭിപ്രായമല്ല, പരീക്ഷണത്തിന് വിധേയമാക്കേണ്ട ഒരു വിഷയമല്ല, മറിച്ച് ഇത് ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട യാഥാർത്ഥ്യമാണ്. നേരത്തെ സൂചിപ്പിച്ചല്ലോ അറബ് ജനതയുടെ ജീവിതം. ആ അറബ് ജനതയിലേക്ക് ഖുർആനുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് അവരെ ക്ഷണിച്ചപ്പോൾ ആ സമൂഹത്തിലുണ്ടായിരുന്ന ജീർണതകളില്ലാതെയായി, സംഘർഷങ്ങളും സംഘട്ടനങ്ങളും അവസാനിച്ചു, സമാധാനമുള്ള ജീവിതമുണ്ടായി, സ്നേഹത്തിലും കാരുണ്യത്തിലും സൗഹൃദത്തിലും കഴിയുന്ന ഒരു സമൂഹം അവിടെ വളർന്നു വന്നു. ജാതീയതയില്ല, അവിടെ ഉച്ചനീചത്വങ്ങളില്ല, വർണ്ണവിവേചനങ്ങളില്ല, മറിച്ച് എല്ലാവരും മനുഷ്യരാണ്. യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില. മനുഷ്യരെ, നിങ്ങളെയെല്ലാം ഒരേ മാതാപിതാക്കളിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളെ വിവിധ വിഭാഗങ്ങൾ, ഗോത്രങ്ങൾ, നാട്ടുകാരൊക്കെ ആക്കി മാറ്റിയത് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഭക്തിയാണ് മനുഷ്യന്റെ ഔന്നത്യത്തിന്റെ മാർഗം എന്ന വിശുദ്ധ ഖുർആന്റെ വചനം അവതരിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പ്രഖ്യാപിച്ചു, കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്. നിങ്ങളെല്ലാം ആദമിൻ്റെതാണ്, ആദമോ മണ്ണിൽ നിന്നാണ്. എല്ലാവരും ഒരു മാതാപിതാക്കളുടെ സന്തതികളാണ് എന്ന തിരിച്ചറിവ് ആളുകൾക്ക് നൽകി. തൻ്റെ സമീപത്തുള്ളവൻ ഏത് നാട്ടുകാരനാണെങ്കിലും ആ വ്യക്തി എൻ്റെയും അവൻ്റെയും മാതാപിതാവ് ഒന്നാണ്, അതിലുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഈ തിരിച്ചറിവ് മനുഷ്യന് ലഭിക്കുമ്പോൾ
അവിടെ ആരും ആരേക്കാളും വർണ്ണത്തിൻ്റെയോ ദേശത്തിൻ്റെയോ കുലത്തിൻ്റെയോ നാടിൻ്റെയോ പേരിൽ മേന്മ അവകാശപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ, അറബിക്ക് അനർബിയേക്കാൾ പ്രത്യേക മഹത്വമില്ല. വെളുത്തവന് കറുത്തവനേക്കാൾ മഹത്വമില്ല. ഇതൊരു പ്രഖ്യാപനം മാത്രമല്ല, പ്രവാചകന്റെ അനുചരന്മാരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീർന്ന സംഗതിയാണ്. ആ ചരിത്രത്തിൽ നമ്മൾ കാണുന്നു, സൽമാൻ എന്ന മനുഷ്യൻ, അദ്ദേഹം പേർഷ്യയിൽ നിന്ന് അറേബ്യയിലേക്ക് വന്ന വ്യക്തിയാണ്. സൗരാഷ്ട്ര മതക്കാരായിരുന്ന സൽമാൻ അതിൽ നിന്ന് ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. ദീർഘകാലം ക്രൈസ്തവ മതം പഠിച്ചു. പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം മദീനയിൽ എത്തിപ്പെട്ടു. മദീനയിൽ വെച്ചുകൊണ്ട് പ്രവാചകനെ കാണുകയും ഇസ്ലാം പഠിക്കുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിൻ്റെ അനുചരനായി മാറി. ഈ പേർഷ്യക്കാരനായ സൽമാനും മദീനക്കാരനായിരുന്ന അറബിയായ അബൂദർദാവും അങ്ങേയറ്റത്തെ സാഹോദര്യ ബന്ധമുള്ളവരായി മാറി. രക്തബന്ധത്തിന് സമാനമായ സാഹോദര്യ ബന്ധമായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. സൗഹൃദത്തെക്കാൾ ഉപരിയാണ് സാഹോദര്യ ബന്ധം എന്ന് പറയുന്നത്. ആ സാഹോദര്യ ബന്ധം അവർക്കിടയിൽ ഉണ്ടായപ്പോൾ അവിടെ സ്വദേശി വിദേശി എന്ന കാഴ്ചപ്പാടുണ്ടായില്ല. അങ്ങനെ ഒരു വിവേചനം അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. ഇതേപോലെ പ്രവാചകന്റെ അടുക്കൽ ഉന്നത സ്ഥാനമുണ്ടായിരുന്ന വ്യക്തിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. ആഫ്രിക്കക്കാരനാണ് അദ്ദേഹം. തടിച്ച ചുണ്ടും ചപ്പിയ മൂക്കുമുള്ള ആ കറുത്ത മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ടാണ് അറബ് നേതാവായിരുന്ന അബൂബക്കർ റളിയല്ലാഹു ഒരുമിച്ച് നടക്കുന്നത്. അന്ന് മദീനയിൽ അറിയപ്പെട്ട അറബ് വ്യാപാരിയായിരുന്നു അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു.